فاضربوا فوق الأعناق واضربوا منهم كل بنان. ഓരോരോ കുരിപ്പുകൾ നിൽക്കുമ്പോൾ കൗത്തിന്റെ മേലെ അങ്ങോട്ട് കൊടുക്കന്നെ. ഇപ്പൊ ട്രെയിനിങ് പാസ്സാകാനൊന്നുമില്ല, നിങ്ങൾക്ക് അതിന്റെ എല്ലാ ഇജാസത്തും ഞാൻ തന്നിക്കണെന്ന് പറഞ്ഞ് മലായിക്കത്തല്ലേ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ കൊയ്യാൻ തുടങ്ങി. കരിമ്പും തോട്ടത്തേക്ക് ആന വന്ന മാതിരി. അത് അബൂജാഹിലിനോടുള്ള വെറുപ്പിന് വേണ്ടി ഞാൻ പറയാട്ടെ. അത് കരിമ്പ് തോട്ടത്തേക്ക് ആന വന്ന മാതിരി എന്ന് പറയാൻ പറ്റൂല, അത് രണ്ടും കൂടി യോജിപ്പാക്കാൻ പറ്റൂല. കാരണം മലായിക്കത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ അത് ആനക്കും ഉണ്ടാവില്ല, ഒന്നിനും ഉണ്ടാവില്ല. അത് വല്ലാത്തൊരു പവറാണ്. ഒരൊറ്റ മനുഷ്യനിക്കും അള്ളാന്റെ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അല്ലാതെ സാധാരണ മനുഷ്യന്മാർക്കൊന്നും ആ ഒരു പവർ ഉണ്ടാവില്ല. കരിമ്പ് തോട്ടത്തേക്ക് ആന വന്നു കയറുന്നാൽ കരിമ്പ് തോട്ടത്തേക്ക് ആന കയറിയ പിന്നെ ഒരൊറ്റ കരിമ്പിന്റെ കുറ്റിയും ബാക്കിയാക്കൂല എന്ന് പറഞ്ഞ മാതിരി. അതാ അതിൽ മാത്രമേ എന്തുള്ളൂ, തുല്യത ഉള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി മുശ്രിക്കീങ്ങളെ മുഴുവനും കൊയ്ത് തല കൊയ്യാൻ വേണ്ടി മലക്കുകൾ 5000 വന്ന് മുത്ത് റസൂലുള്ളാഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു. അതിന്റെ അടിയിൽ കൂടിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാ. അതേ സ്വഹീഹ് ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. എന്തെന്നറിയോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയാ, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചൊരു ഹദീസാണ്. എന്റെ 15ാമത്തെ വയസ്സിൽ ഖിറാഅത്തുർ റാഷിദ എന്ന് പറഞ്ഞൊരു അറബി ബുക്ക് ഉണ്ട്. അത് എന്റെ ഉസ്താദ് തെന്നല ഫൈസി ഉസ്താദ് ചെറുപ്പത്തിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിൽ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് ബുഖാരിയിലെ ഹദീസ് ഉണ്ട്. എന്താണെന്നറിയോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയാ, ബദറിന്റെ പടക്കളത്തിൽ 2 കുട്ടികൾ വന്നിട്ട് ഒരാളിന്റെ വലത്തെ ഭാഗത്ത് തോണ്ടി, ഗമസനി എന്നെ തോണ്ടി, ഐ ആം എന്ന് പറയാ, കാക്ക എവിടെ അബൂജഹൽ. അത് അപ്പൊ നോക്കുമ്പോ ചെറിയ ഒരു കുട്ടി, ഇത്ര പോകുന്ന ഒരു ബീഡിക്കുറ്റി മയത്ത് ചെറിയ കുട്ടി. ഹദീസൈ അസ്നാനിഹിമ ഔ കമാ ഖാല സയ്യിദുനാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയാ, ചെറിയ അതായത് സിന്ന് ചെറുത്, വയസ്സ് ചെറിയ കുട്ടികൾ, ഒരു യുദ്ധത്തിക്കൊന്നും പറ്റിയ പ്രായമൊന്നുമില്ല. 2 കുട്ടികളാണ്, ഒന്ന് ഇടത്തെ ഭാഗത്തും ഒന്ന് വലത്തെ ഭാഗത്തും തോണ്ടിക്കാണ്ട് ചോദിക്കുക അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോട്, അബൂജഹൽ നിങ്ങൾക്ക് അറിയോന്ന്. അപ്പൊ ചോദിച്ചു, എന്തിനാ മക്കളെ അബൂജഹൽ നിങ്ങൾക്ക് എന്തിനാ? അപ്പൊ 2 മക്കള് പറയാണ്, സ്വഹീഹ് മുസ്ലിമിൽ ആ മക്കളെ അഡ്രസ് പറയുന്നുണ്ട്. ഒരാളെ പേര് മുആദ് ബിൻ അംർ ബിൻ ജമൂഹി എന്നാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ റിവായത്തിൽ അങ്ങനെയാണുള്ളത്. ഒരാളെ പേര് മുആദ് ബിൻ അംർ ബിൻ ജമൂഹി എന്നാണ്. ഒരാളെ പേര് മുആദ് ബിൻ അഫറാ ആണ്. വഫീ റിവായത്തിൽ മുഅവ്വിദ് ബിൻ അഫറാ, ഫീ റിവായത്തിൽ മുആദ് ബിൻ അഫറാ. ഏതായാലും 2 മുആദ് എന്നാണ് സ്വഹീഹ് മുസ്ലിമിലുള്ളത്. മുആദ് ബിൻ അംർ ബിൻ ജമൂഹ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള ബാപ്പാന്റെ മക്കളാ. ശരിക്ക് പഠിച്ചു വെച്ചോ. മുആദ് ബിൻ അംർ ബിൻ ജമൂഹ്, ആര്? അംർ ബിൻ ജമൂഹിന്റെ മോനാണ് ആര്? മുആദ് റളിയല്ലാഹു അൻഹു. ആരാണ് അംർ ബിൻ ജമൂഹ്? ഇത് പാടുമ്പോ നല്ല ചൊറുക്കുണ്ട്, കേൾക്കാൻ നല്ല ചൊറുക്കുണ്ട്. ആരാണ് അംർ ബിൻ ജമൂഹ്? നടക്കാൻ വലിയ പ്രയാസല്ല, 90% വികലാംഗനാണ്. ആ ബദർ കഴിഞ്ഞിട്ട് ഉഹദിന്റെ പടക്കളത്തിലേക്ക് മുആദ് ബിൻ ഈ അംർ ബിൻ ജമൂഹിന്റെ 4 മക്കൾ ഇങ്ങനെ വരാൻ ഒരുങ്ങുമ്പോ, 4 മക്കൾ വരുമ്പോ ഈ പറഞ്ഞ അംർ ബിൻ ജമൂഹ് തങ്ങളെ ഭാര്യയുണ്ട്, അവരും വരുന്നുണ്ട്. എന്തിന്? ആണുങ്ങളെ കൂട്ടത്തിൽ പടപൊരുതാനല്ല, പടക്കളത്തിൽ കയ്യും കാലും വെട്ടുകൊണ്ടിട്ട് മുറിയാകുന്ന ആ ശുഹദാക്കളെ കൊണ്ടുവന്നിട്ട് ഹൈമയിൽ കിടത്തുമ്പോ, ഹൈമയിൽ മുറി വെച്ച് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭർത്താവുണ്ടല്ലോ പടക്കളത്തില്, തന്റെ 4 ആൺമക്കളുണ്ടല്ലോ പടക്കളത്തില്, അവർക്ക് മുറി വെച്ച് കെട്ടിക്കൊടുക്കാൻ അവരെ ഭാര്യ അംർ ബിൻ ജമൂഹ് തങ്ങളെ ഭാര്യ ഉഹദിന്റെ പടക്കളത്തിലുണ്ട്. അപ്പൊ 4 മക്കള് പറഞ്ഞു. ആര് 4 മക്കൾ? ആരോട് പറഞ്ഞു? ബാപ്പാനോട് പറഞ്ഞു. ആരാണ് ബാപ്പാന്ന് മനസ്സിലായോ? അംർ ബിൻ ജമൂഹ്. അംർ ബിൻ ജമൂഹ് എന്ന ബാപ്പാനോട് പറയാണ്, നിങ്ങളെ കാലിന്റെ മുടന്തുള്ള ആളല്ലേ നിങ്ങൾ എന്തിനാ വരുന്നത്? ബാപ്പ ഉദർ തന്നിട്ടില്ലേ? ഉപ്പ ഉങ്കളിൽ ഉദർ തന്നിരിക്കുന്നു കോൻ. ഉപ്പ
അങ്ങക്ക് അല്ലാഹു തആല ഉദ്ർ തന്നിക്കണില്ലേ? ആ ബാപ്പാടെ പേരെന്താണ്? അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, നബിയേ, ഈ ദുനിയാവിലെ മുടന്തുള്ള കാലും കൊണ്ട് നടക്കാൻ എനിക്ക് പൂതില്ല. യാ റസൂലല്ലാഹ്, എനിക്കൊന്ന് ഷഹീദാകണം, മുടന്തില്ലാതെ സ്വർഗത്തിൽ നടക്കണം എന്ന് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്, യാ അംർ ഇബ്നു ജമൂഹിനോട് പറയാണ്, നിങ്ങൾ മുടന്തില്ലാത്ത കാലും കൊണ്ട് സ്വർഗത്തിൽ നടക്കുന്നത് ഇപ്പൊ തന്നെ ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ആ ബാപ്പയാണ് ആര്? അംർ ഇബ്നു ജമൂഹ്. അവരെ മോനാണ് ആര്? മുആദ് റളിയല്ലാഹു അൻഹു. അവരെ മോന് മുആദ്. ഒന്ന് ആ മുആദാണ്, ഒന്ന് മുആദ് ഇബ്നു അഫ്റാൻ. രണ്ടാളും ഇങ്ങനെ തോണ്ടിയിട്ട് എന്ത് പറഞ്ഞു? എവിടെ അബൂജഹൽ? അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, അതിന്റെ അടി കൂടി ഇങ്ങനെ ആ കുരുപ്പിനെ കണ്ടു, ആ ശൈത്താനാണ് അബൂജഹൽ എന്ന് പറഞ്ഞു. ഇവര് പോയിട്ട് അങ്ങോട്ട് വെട്ടി, രണ്ടാളും കൂടി ചെന്ന് വെട്ടിയിട്ട് ഹദീസിലുള്ളത് സ്വഹീഹ് മുസ്ലിമിൽ അങ്ങനെയാ. ഉടനെ തന്നെ അതോടുകൂടി ഈ കുരുപ്പിന് വെട്ട് കിട്ടിയപ്പോ വാസ്തവത്തിൽ എന്ത് ചെയ്തു? അതിന് മോയിൻകുട്ടി വൈദ്യരെ ചിത്രീകരണം ഉണ്ട്. മോയിൻകുട്ടി വൈദ്യരെ ചിത്രീകരണം കൂടി അവിടെ പാടണം. അരിമോദണ്ടവർ ഉരൈബദ്ർ ചണ്ടയിൽ പൊരുതേനെ നിണ്ടിടലായി അതുപോളുതത്തലം അബുജഹലത്തിടൈ എനതിനെ എതിർത്തിടുവാൻ കുറയാതെ സന്തബിൽ അത് പടി ബന്ധവൻ ചമർ പോരു ജന്തനുമായി. കുതുകൂലമിട്ട് ഞാനൊരു വിട്ടവൻ തുടമേലെ തട്ടിടലായി. രണ്ടാളും കൂടി വന്ന് ഹദീസിൽ അങ്ങനെയുള്ളത്, യാ റസൂലല്ലാഹ്, അവിടുത്തെ അദുവിനെ ഞങ്ങൾ വെട്ടിക്കൊന്ന് താഴത്തിട്ടിക്കണ് പറഞ്ഞു. താഴത്ത് വീണ് ഈ ശൈത്താൻ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് കുട്ടികളെ വെട്ട് രണ്ട് ഭാഗത്തും കിട്ടി. ഒപ്പം തന്നെ മീകായിൽ അലൈഹിസ്സലാമിന്റെ കുത്ത് നെഞ്ചത്ത് കിട്ടി. നേരത്തെ ഒരു കുത്ത് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ ഡബിൾ പവർ സഹിതം ഇപ്പോൾ പുറത്തും കിട്ടി. നേരത്തെ ഇബിലീസിന്റെ കുത്താ കിട്ടിയത്. ഇതെല്ലാം കൂടെ കിട്ടിയപ്പോൾ മൂപ്പർ ഒരു വൈക്കയക്കണ്. മൂപ്പര് താഴത്താണ്ട് വീണ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ഈ കുട്ടികൾ പാഞ്ഞുകാണ്ട് ചെന്നുകാണ്ട് പറഞ്ഞ്, ഞാൻ ഇന്നലെ നോക്കി സ്വഹീഹ് അൽ ബുഖാരിയുടെ ഷർഹ്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഷർഹ്. അപ്പൊ എനിക്കിത് അറിയായിരുന്നു. മോയിൻകുട്ടി വൈദ്യരെ പാട്ടിൽ ഇങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ ഷർഹ് ഹനീഫ അഹ്സനി കല്ലത്താണ്, ഞങ്ങൾ രണ്ടാളും കൂടി നോക്കുമ്പോഴല്ലേ സംഗതി മനസ്സിലായത്. വൈദ്യരെ പാട്ടിലുള്ളത് മുഴുവൻ ഫത്ഹുൽ ബാരിയിലുണ്ട്. മുഴുവൻ ഫത്ഹുൽ ബാരിയിലുള്ള കോപ്പിയടി അതിൽ നിന്ന് കോപ്പിയടിച്ചതാ. എന്താണെന്നറിയോ? ഈ രണ്ട് സഹാബികൾ വന്നിട്ട് പറയാ, നബിയേ, ഞങ്ങൾ അവിടുത്തെ അദുവിനെ വെട്ടിയിട്ടുണ്ട്, ഞാൻ കൊന്ന്. അപ്പൊ റസൂൽ കൊന്നാ പറഞ്ഞു. വാസ്തവത്തിൽ കൊന്നിട്ടില്ല, എന്നാലും കൊന്ന മാതിരി തന്നെ. ചത്തതിനൊക്കിലോ ജീവിച്ചിരിക്കില്ലെന്ന് മുമ്പേ അതൊരു നമ്പ്യാര് പാടിയിട്ടുണ്ട്. കവി ആരാന്ന് ശക്കറാവി ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. ചത്തതിനൊക്കിലോ ജീവിച്ചിരിക്കില്ലെന്ന്. മനസ്സിലായില്ലേ? അതേമാതിരി അയക്കണ്. ഞങ്ങൾ രണ്ടാള് ആരാ കൊന്ന്? ഞാനാ കൊന്ന്. അല്ല ഞാനാ കൊന്ന്. അല്ല ഞാനാ കൊന്ന് പറഞ്ഞു. ഇവര് രണ്ടാളും തർക്കിച്ച. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, എന്ത് ചോദിച്ചു റസൂലുള്ള? നിങ്ങളെ വാള് ആ ചോരന്റെ നനവുകൾ കഴുകിക്കണോ തുടച്ചിക്കണോ? സ്വഹീഹ് മുസ്ലിമിലുള്ളതാ. തുടച്ചിട്ടില്ല നബി, ഇതാ എന്റെ വാളുമ്മ ചോര, അതാ ഇതെന്റെ വാളുമ്മ ചോര. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, രണ്ടാളും കൊന്നവരാണ്. ഖാല റസൂലുള്ളാഹി. അവിടെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറയാണ്, അവിടെ കൊന്നതാരാണ്? ഒരാളാണ്. വാസ്തവത്തിൽ വെട്ടിക്കൊന്നതാരാണ്? ഒരാളാണ്. കൊന്നത് അവിടെ ആരാണ്? ഒരാളാണ്. പക്ഷേ റസൂലുള്ളാഹി രണ്ടാൾക്കും റാഹത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, രണ്ടാളെയും ആവേശഭരിതരാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ രണ്ടാളുമാണ് കൊന്നത്, ഒരാൾ ഒറ്റക്കല്ല കൊന്നത് എന്ന് പറഞ്ഞെങ്കിലും അവിടെ സ്വഹീഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? ഫഖാല ഫനദറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സൈഫൈനി. വാളിലേക്ക് നോക്കുമ്പോ, രണ്ടാളെ കയ്യിലുള്ള രണ്ട് വാളിലേക്ക് നോക്കുമ്പോ, ഫഖാല കിലാഹുമാ, നിങ്ങൾ രണ്ടാളും കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പിന്നീട് എന്ത് ചെയ്തു? വഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലബിഹി ലിമുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ്. അതേ
ആ സലബ് കൊടുത്തു. സലബ് കൊടുത്തത് ആർക്കാണ്? മുആദ് ബിൻ അംർ ബിൻ ജമൂഹിന്റെ കയ്യിൽ സലബ് കൊടുത്തു. അംർ ബിൻ ജമൂഹ് എന്ന കാലിന് മുടന്തുള്ള ബാപ്പാന്റെ മോനിക്ക് അബൂജാഹിലിന്റെ സലബ് കൊടുത്തു. സലബ് എന്ന് പറഞ്ഞാൽ ഓന്റെ കയ്യിൽ അബൂജാഹിലിന്റെ മേത്ത് പല സൈസ് സാധനങ്ങളും ഉണ്ട്. നല്ല ഹേമ പിടിബാൾ ഹസ്തമിലണവായി ബാളുണ്ട്. പിന്നെന്തുണ്ട്? ഓന്റെ ഒട്ടകണ്ട്, ഓന്റെ പടത്തൊപ്പിണ്ട്, ഒക്കെ വലിയ വില ഉള്ളത്. ഹരീർ പട്ടിന്റെ കുപ്പായുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് ആർക്ക് കൊടുത്തു? മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് തങ്ങൾക്ക് കൊടുത്തു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടുത്തെ വിഷയം എന്താ? ശരിക്ക് വെട്ടിയിട്ടുള്ളത് ആരാണ്? മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് തങ്ങളാ. മറ്റേ കുട്ടി ഒന്ന് വെട്ടിയപ്പോ കുറച്ച് ചോരായിക്കിടെങ്കിലും കാര്യമായ വെട്ടിയത് ആരാണ്? മുആദ് ബിൻ അംർ ബിൻ ജമൂഹ്. ആ മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് തങ്ങളെ പറ്റിയാണ് മോയിൻകുട്ടി വൈദ്യർ ഈ പാട്ടിൽ പറയണത്. എന്താ പറഞ്ഞത്? കുറയാതെ സന്തബീലത് പടി ബന്ധവൻ ചമർ പോരുദന്തനുമായി കുതുകൂലമിട്ട് ഞാനൊരു വിട്ടവൻ തുടമേലെ തട്ടിയിടലായി. മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് തങ്ങളുടെ, അതായത് അംർ ബിൻ ജമൂഹ് എന്ന സ്വഹാബിയുടെ മോനായ മുആദ് തങ്ങളെ വെട്ടി ഈ കുരുപ്പിന്റെ തുടമ്മല് അതിന്റെ അരൂലാണ്ട് അടുപ്പിച്ചാണ്ട് തട്ടിയിട്ട് ശൈത്താനായിരിക്കുന്ന അബൂജാഹിലിന്റെ തൊടാണ്ട് മുറിഞ്ഞാണ്ട് പോയിട്ട് ചോരങ്ങനെ പൈപ്പിന്ന് ടാപ്പിന്ന് വെള്ളം വരും പോലെ ചോരങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോ ഓനവിടെ നിലത്ത് വീണപ്പോ, അബൂജാഹിൽ നിലത്ത് വീണപ്പോൾ വന്നു. ആര് വന്നു? അബൂജാഹിലിന്റെ മകൻ വന്നു. ബാപ്പയും മകനും കൂടി വന്നതാ. മുഹമ്മദിന്റെ തലയെടുക്കണം, അബൂബക്കറിന്റെ തലയെടുക്കണം. എന്നിട്ട് എന്താ പറഞ്ഞ? അബൂജാഹിൽ പറഞ്ഞു ഉഅലുഹുബുൽ എന്ന വാക്യമാണ്, മുദ്രാവാക്യമാണ് ബദറിന്റെ യുദ്ധ ദിവസം അബൂജാഹിൽ മുഴക്കിയത് എന്ന് ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി ജനിച്ച വർഷം അറിയണേ 94 പിന്നെ 100 കൂട്ടണേ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായിരിക്കുന്ന മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് തങ്ങളെ, അംർ ബിൻ ജമൂഹ് എന്ന സ്വഹാബിന്റെ മോനായിരിക്കുന്ന മുആദ് തങ്ങളെ ആ ബെട്ട് അബൂജാഹിലിന്റെ ബലത്തെ കരിന്തുടക്ക് തട്ടി ഇതിങ്ങട്ട് പളുന്തത്തടി താഴെ വീഴും പോലെ, പന വീഴും പോലെ ബടോ എന്നും പറഞ്ഞാണ്ട് വീണപ്പോള് ആദാ വരുന്ന ഒരാൾ ഓടിയിട്ട് ആരാ വന്നത്? അബൂജാഹിലിന്റെ മോനാണ് വന്നത്. അബൂജാഹിലിന്റെ മോന്റെ പേരെന്താണ്? ഇക്രിമ. ആരും ലഅനത്തൊന്നും പറയണ്ട, മൽഊന് ലഅനത്തുല്ലാഹി ഒന്നും പറയാൻ നിൽക്കണ്ട. ഇക്രിമ വന്നപ്പോ ഇക്രിമ എന്താ ചെയ്തൊരു മുറികൂറെ പറ്റലിൽ സുഖിലാകപ്പെട്ടവൻ അണിമാറം ഞെട്ടോളരൈ മുറുകവേ എത്തിടൈ ജഹലൂടെ പുത്തീരൻ ഇക്രിമ തത്തലമിൽ. ഇക്രിമത്ത് വന്നിട്ട് പിന്നെ ഞാനുമായിട്ട് പടമൊരുതി. ഞാനും എന്നെ കൊണ്ട് വെക്കണായിരിക്കെ ഞാനും നോക്കി. പക്ഷേ ഇക്രിമത്ത് എന്താ ചെയ്തേറിയോ? ഈകൽ പൊഴുതുറ്റവൻ ഒരു വിട്ടതാൽ കറ്റിടലായി ഇരുപൂറം എണ്ടിയെ ഒരു പൂറം മണ്ടയും തൊകുതമിൽ തൂങ്ങിടലായി. ഈ മണ്ടന്റെ ചെറിയ തൊലിന്റെ ഒരു ഭാഗം മണ്ടമ്മക്ക് ഉള്ളിൽ കണ്ടു പറ്റിയിട്ടില്ല. സയ്യിദുനാ മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് തങ്ങളുടെ ഈ മണ്ടയുടെ തൊലിന്റെ ഒരു ഭാഗം കണ്ട് തട്ടിയിട്ട് ബലത്തെ തോളുക്ക് ഇക്രിമത്തിന്റെ ബെട്ടാണ്ട് തട്ടിയിട്ട്, ഇക്രിമത്ത് എന്ന് പറയുന്ന അബൂജാഹിലിന്റെ മോന്റെ ബെട്ടാണ്ട് തട്ടിയിട്ട് നേരെ അങ്ങട്ട് മുറിഞ്ഞിട്ട് ഈ തോള് ഇങ്ങനെ ചീന്തിയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് ചെറുപ്പക്കാരനായ സ്വഹാബി പറയാണ്, എന്തേ ചെയ്തെന്നറിയോ? ഞാൻ എന്തേ ചെയ്ത്? ശിഖരം പൂടിത്തൂടൻ അഹമ്മദ് മുത്തൂടെ തിരുഹബറത്താണവായി. ഞാൻ ഈ വരി പാടിയിട്ട് അർത്ഥം വെക്കലുണ്ടായിരുന്നില്ല. കാരണം കിതാബിൽ എവിടെ ഉള്ളതായിട്ട് എൻ്റെ അടുത്ത് വിവരം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഫത്ഹുൽ ബാരിയിൽ ഞാനത് കണ്ടു. എന്ത്? ഈ ബഹുമാനപ്പെട്ട മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് തങ്ങൾ ഈ ബെട്ട് കിട്ടിയ ഭാഗം തൂങ്ങിയിട്ട് ഇങ്ങനെ കളിക്കണ ഭാഗം ഇതിങ്ങനെ മറ്റേ കൈ കൊണ്ട് തൂങ്ങിപ്പിടിച്ചിട്ട് എങ്ങട്ടാ പോയത്? ഇലാ ഹബറത്തി റസൂലില്ലാഹ്. ശിഖരം പൂടിത്തൂടൻ
അഹമ്മദ് മുത്തൂടെ തിരുഹദറത്തണവായി ചിരിപ്പാവിളപ്പിളർ ഫമിലെ തുപ്പ് നീർ എടതീരു കപ്പതിനാൽ അള്ളാന്റെ ഹബീബായ മുത്തുനബി തങ്ങളെ തിരുവായി തുറന്നാൽ തന്നെ സുഗന്ധമാണ്. റസൂലുള്ള വായ തുറന്നാൽ സുഗന്ധമാണ്, അവിടുത്തെ വിയർപ്പിന് സുഗന്ധമാണ്. തഴവ ഉസ്താദ് പറഞ്ഞതാ, നബിക്കുള്ള കാഷ്ടം ത്വാഹിറാണ്, മൂത്രവും അതുപോലെ തന്നെ യാ ഹബീബേ രക്തവും. തഴവ ഉസ്താദിനിപ്പോ ചില ആൾക്കാർ വഹാബിയാക്കാൻ നടക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോര കുടിച്ചു. തഴവ ഉസ്താദ് അത് പാട്ടാക്കിയിട്ടുണ്ട്. ചോര കുടിച്ചതാരാണ്? റസൂലുള്ളാഹിന്റെ അമ്മായിന്റെ മോനായ, ബാപ്പാടെ പെങ്ങളെ മോനായ, സഫിയ ബീവിന്റെ മോനായ, സുബൈർ എന്നോര മോനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവർ ചോര കുടിച്ച ബറക്കത്ത് കൊണ്ട് ഇബ്നു സുബൈർ അത് കൊണ്ട് പടയിൽ സിംഹമാ. അതെ, ഇബ്നു സുബൈർ തങ്ങൾ നിസ്കരിക്കാൻ തക്ബീർ കെട്ടിയാലും ഖുശൂഇന്റെ അങ്ങേ തലക്കലുള്ള ഖുശൂഇന്റെ നിക്കാരമാണ്. ചോര ഉള്ളിൽ ചെന്ന ബറക്കത്താണ്. റസൂലുള്ള തുപ്പുനീര്, റസൂലുള്ളാന്റെ തുപ്പലം അടങ്ങിയ വെള്ളം ഇപ്പോഴും ദുനിയാവിൽ കിട്ടാനുണ്ട്. റസൂലുള്ള തുപ്പിയിട്ട് എല്ലാവർക്കും ആ കിണറിലെ വെള്ളം ഞമ്മക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ട്. അത് പള്ള നിറച്ച് പലപ്പോഴും ഒരുപാട് കുടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതേതാ കിണർ? എടക്കളം കാതുകരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാബിർ സഖാഫി. അല്ലാഹ്, ജാബിർ എന്നവരെ കൂടെ കൂട്ടണേ അല്ലാഹ്. ആ വെള്ളത്തിന്റെ പേരേതാണ്? സംസം. അള്ളാന്റെ റസൂൽ സംസം കിണറിൽ തുപ്പി റസൂലുള്ള കുടിച്ച ബാക്കിയുള്ള വെള്ളം ഐക്കൊഴിച്ചിട്ടുണ്ട് എന്ന് പല പല കിതാബുകളിലുണ്ട്. ഖാതിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആകട്ടെ, റസൂലുള്ളാഹിയുടെ മുമ്പിൽ ചെന്നപ്പോ മുത്തുനബി തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട വായിലെ ഉമിനീരെടുത്തിട്ടാണ്ട് പുരട്ടി കൊടുത്തപ്പോ എന്താ ഉണ്ടായത് അറിയോ? മുറി മാറി എന്ന് മാത്രല്ല, അവിടെ മോയിൻകുട്ടി വൈദ്യർ പറയാ, എന്ത് മകരനഗർക്കോടും പൊളിയും തിരുക്കാരം കൊടുതാടകി കള്ളമേ മഹമൂറി കൂടിടൈ കലമഹേ വായിടൈ ഉടൽ ബീലം ഏറിടലായി. മഹാമുറി കൂടിടൈ, അങ്ങനെ ഒരു മുറിയൻ അവിടെ ഇല്ല. മഹാമുറി ഒന്ന്, മഹാമുറി കൂടിടൈ രണ്ട്, കല മഹവായിടൈ, കല മഹവായിടൈ. ആ മുറിന്റെ അടയാളം തന്നെ അത് മാഞ്ഞ് അങ്ങനെ ഒരു കൊതു കടിച്ച അടയാളം പോലും അവിടെ ഇല്ല. രണ്ട്, മൂന്ന്, ഉടൽ ബിലം ഏറിടലായി, ഉടലിന് വല്ലാത്ത ശക്തിയായി. ആ ബെട്ട് കിട്ടി നന്നായി, പിന്നെ ശക്തി ആഫിയത്ത് കൂടി. ഞമ്മക്കൊന്നും ഒരു ബെട്ട് കിട്ടി റസൂലുള്ളാഹിന്റെ ഉമിനീര് കിട്ടാൻ വലിയ നഷ്ടായി. അല്ലാഹു തആല സ്വർഗ്ഗത്തുനിന്നെങ്കിലും ഉമിനീരിന്റെ കുറച്ച് കിട്ടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നമ്മൾ ചോദിക്കുകയാണ്, അള്ളാന്റെ ഹബീബായ തങ്ങളോ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മക്കള് പരമ്പരയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്, അവിടുത്തെ ഉമിനീര് കുറച്ചെങ്കിലും കിട്ടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. റസൂലുള്ള വഫാത്തായാലും ഉമിനീര് കിട്ടാതെ കൂല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഷഹീദാകാൻ നേരത്ത് റസൂലുള്ള സ്വർഗത്തിലെ വെള്ളം കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ സ്വർഗത്തിലെ വെള്ളമാണ്, ദുനിയാവിലെ വെള്ളം ഇല്ല, സാരല്ല, സ്വർഗത്തിൽ ഞമ്മക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കാം എന്ന് പറഞ്ഞത് അൽ ബിദായത്തു വന്നിഹായ എന്ന കിതാബിലാണെന്ന് ഞാൻ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന്റെ ശേഷം അവിടുന്ന് വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇനി കേൾക്കണ്ട, ഇനി വൈദ്യര് പറയാണ്, ഈ മുആദ് എന്ന സ്വഹാബിന്റെ മുറി മാറിയനെ പറ്റി പറയാണ്, ഈ സ്വഹാബിയെ പറ്റി പറയാണ്. ബിലമദേറബ് അഹ്മദാർ കരം മുഅ്ജിസാത്തുടെ ഫളലിനാൽ ബിരുദർ ദുൽഹയ അവർ ഖിലാഫത്തിൽ മുഅദും ആഖിറം പോകിന്തദായി. ബിലമദേറവേ, ബിലം ഏറി നിന്ന ആഫിയത്ത് കൂടി അഹ്മദാർ കരം മുഅ്ജിസാത്തുടെ ഫളിലിനാൽ റസൂലുള്ളാഹിന്റെ കയ്യിന്റെയും റീഖിന്റെയും മുഅ്ജിസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവർ വഫാത്തായത് എന്നാണെന്നറിയോ? അവർ ദീർഘായുസ് അല്ലാഹു തആല കൊടുത്തു. ആർക്ക്? ഈ മുആദ് എന്ന സ്വഹാബിക്ക്. എന്താ സ്വഹാബിന്റെ പേര്? മുആദ് റളിയല്ലാഹു അൻഹു. അവരെ ബാപ്പാടെ പേര്
അംർ ബിനുൽ ജമൂഹ റളിയല്ലാഹു അൻഹു അവരെന്നാ വഫാത്തായത്? ബിരുദർ ദുൽ ഹയാ, അവർ ഖിലാഫത്തിൽ. ദുൽ ഹയാ എന്ന് പറഞ്ഞാൽ നൂറൈൻ, അതേനെ ദുൽ ഹയാ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവർ വഫാത്തായി. നമ്മളെ പറഞ്ഞു ബിരുദർ ദുൽ ഹയാ, അവർ ഖിലാഫത്തിൽ. മുആദും ആഖിറം പുകിന്തതായി. അത് ഇന്നലെ ഞാൻ കണ്ടു ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ തങ്ങൾ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കാലത്താണ് ഈ പറഞ്ഞ ആര് മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹ തങ്ങൾ ഷഹീദായത്. അതോടുകൂടി പിന്നെ അല്ലാഹുവിന്റെ റസൂൽ അതാ ഇനി ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പടയിൽ ഷഹീദായാലുള്ള പദവികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബൂജഹലിനാണെങ്കിൽ വെട്ടുകൊണ്ടിട്ട് മൂപ്പരിങ്ങനെ ഭേദനായിട്ട് ആദ്യ ഇബ്ലീസിന്റെ കുത്ത് ഒന്നാമത്തെ ഡോസ്, പിന്നെ ഡബിൾ ഡോസിൽ മീകായിൽ അലൈഹിസ്സലാമിന്റെ കുത്ത് ഡബിൾ ഡോസിൽ, അത് വേറെ, വലത്തെ ഭാഗത്തുള്ള കുത്ത് വേറെ, വെട്ട് വേറെ, ഇടത്തെ ഭാഗത്തുള്ള വെട്ട് വേറെ, എല്ലാം കൂടി കാക്ക ഒരു പരുവത്തിലായി നിലത്താണ്ട് വീണിട്ട് മൂപ്പരിങ്ങനെ ഇങ്ങനെ വേദനായിട്ട് ഇങ്ങനെ കയ്യും കാലും. അല്ലെങ്കിൽ തന്നെ കിതാബിൽ പറയുന്നുണ്ട് സീറത്തു സയ്യിദുൽ ബശർ, ആ കിതാബിൽ പറയുന്നുണ്ട് എന്ത് അബൂജഹൽ നിൽക്കുന്ന സ്ഥലം ഒരു ജാതി ഒരു പൊടിമണ്ണാണ്. അപ്പൊ അബൂജഹൽ കയ്യും കാലുട്ട് ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ ആക്കുകയാണ്. അങ്ങനെ ഈ കാക്കാന്റെ കയ്യും കാലൊക്കെ ഏകദേശം മണ്ണിന്റെ അടിക്ക് പോയിക്കണം. ഒരു ജാതി മറ്റേ എന്താണ് കുഴിയാന സർക്കസ് കളിക്കണ മൂപ്പര് കിടന്ന് സർക്കസ് കളിക്കുക. അബൂജഹലിന്റെ സർക്കസ് കളിയോണ്ട് കറുകറുത്ത സാധനമാണ് ഈ സാധനം. ഓൻ്റെ അന്നോട്ട് പുറങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ബന്റെ കജ്ജും കാലൊക്കെ ഭൂമിന്റെ അടിക്ക് പോയിട്ടുണ്ട്. വേദന ആകാതിരിക്കൂല. റസൂലുള്ളാന്റെ പൊരുത്തക്കടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കിട്ടിയവരൊക്കെ രക്ഷപ്പെടും. പടച്ച റബ്ബേ, പൊരുത്തം കിട്ടിയവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ ഒരു സ്വലാത്ത് എല്ലിയാ ചുരുങ്ങിയത് 10 ഗുണ. എപ്പോഴും റമദാനിലല്ല അല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറയാ, ജബൽ ഉഹദിനെ പറ്റി പറയാ, ആ ഉഹദ് മല എന്നെ സ്നേഹിക്കുന്ന മലയാണ്, അതുകൊണ്ട് ഉഹദ് മലയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ളതാ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മക്ക് രക്ഷ കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കഴിഞ്ഞ് അതിന്റെ അടിയിൽ കൂടി മലായിക്കത്തിന്റെ പരിപാടി തുടങ്ങിയപ്പോ ചില ആൾക്കാരെല്ലാം കൂടി കുറെ ആൾക്കാർ ശത്രുക്കൾ പടക്കളത്തിൽ നിന്ന് ഓടാൻ തുടങ്ങി. ശത്രുക്കൾ ഓടിയ ആ രംഗം വൈകുട്ടി വൈദ്യര് പറയാ, കെട്ടി ഹംസ മട്ടിലാവർ പെട്ടി ചീറയാൽ അപ്പോൾ കേടർ ശേഷം കോടി മക്കം കൂടുവാൻ മുറയാൽ. ഹംസത്തുൽ കറാർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യണേ എന്ന് പറഞ്ഞു. ഇവിടെ സയ്യിദ് അവർകളോട് നേരത്തെ നമ്മൾ സാലിഹ് തങ്ങൾ പറഞ്ഞു ഓരോരോ വകുപ്പ് ഓരോരുത്തർക്കാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വരുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്ന വകുപ്പ് നിൽക്കാന്ന് പറഞ്ഞു. ആര്? സാലിഹ് തങ്ങൾ. പടച്ചോനെ, ഒരുപാട് ആൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വകുപ്പ് മൂപ്പരെ തലയിലുണ്ടാകാനും കണ്ടമാന ആൾക്കാർക്ക്, ആയിരക്കണക്കിനല്ല 10,000 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. നല്ല ബറക്കത്തുള്ള വകുപ്പാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ഉപ്പാപ്പമാര് ഏറ്റെടുത്ത വകുപ്പാണ് അത്. ഹജ്ജിന് വന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, അത് ഖുറൈശിയുടെ ഡിപ്പാർട്ട്മെന്റിനെ പഴയ കാലത്ത് തന്നെ. അള്ളാഹു അതിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഹംസത്തുൽ കറാർ തങ്ങളോട് പറഞ്ഞു, പിന്നെ കുറെ ആൾക്കാരെ കയ്യും കാലും പിടിച്ച് കെട്ടിക്കണ്. ഇനി കഥകൾ എന്തെല്ലാം ബദറുമായിട്ട് ബന്ധപ്പെട്ട പലതും ബാക്കിയാണ്. അപ്പൊ ഹംസത്തുൽ കറാർ ഇത് ഓരോരുത്തരെ പിടിച്ചിട്ട് ബന്ധനസ്ഥരാക്കി കെട്ടാൻ തുടങ്ങിയപ്പോ വേറെ ചില ആൾക്കാർ തടിയും കൊണ്ട് ഓടുക. ഓടി ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടി ഒളിച്ചു. അത് ഒറിജിനൽ കുഞ്ചൻ നമ്പ്യാരെ പാട്ടാ. ഞാൻ 4ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ച പാട്ടാ. അത് അന്ന് അബൂജഹൽ ഓടിയ ഓട്ടത്തിനെ പറ്റി ആയിരിക്കും ചിലപ്പോൾ മൂപ്പര് പാടിയത്. വെള്ളത്തിൽ ചിലർ ചാടി ഒളിച്ചു. അങ്ങനെ ഓടി കുറെ ആൾക്കാർ ഓടുമ്പോ അലാക്കിന്റെ ഓട്ടം ഏറിടും പുകയാൽ അവർ കൂറിടും ദുനിയാൽ ബീളി തേറിടും ഒളിയാൽ ചിലർ മാറിടും ഒളിയാൽ. ഓടുന്ന ഓട്ടത്തിൽ നിലവിളിക്കുക, യാലാത്താ, മക്കത്തൊന്ന് എത്തിക്കെത്തിയാ മതിയായിരുന്നു, എന്റെ കുട്ടികളെ കണ്ടാ മതിയായിരുന്നു, യാലാത്താന്നും പറഞ്ഞിട്ടതാ ഓട്ടമിട്ട് ചൊൽവതെങ്കൾ നാട്ടിലെത്തുമോ, ഞങ്ങളെ നാട്ടിലെത്തിക്കിട്ടിയാ മതിയായിരുന്നോ ലാത്താ താത്താ കാക്കാ കോക്ക എന്നും പറഞ്ഞിട്ട് ഓടന്നെ. ഓട്ടമിട്ട് ചൊൽവതെങ്കൾ നാട്ടിലെത്തുമോ ലാത്ത ഉസ്സഹുബുലുൽ അലയങ്കൾ തമ്പുരാർകളേ
ഈട്ടമുങ്കൽ കാവലിൽ ചേർത്തുറ്റ് കാപ്പീരേ ഉയിർകൾ ഇസ്ഥലത്തിൽ നിன்று പോകും മുന്നമെണ്ടാനേ. ഈട്ടം ഉങ്കൽ കാവലിൽ ചേർത്ത് ഉറ്റ് കാപ്പീരേ. കാപ്പീരേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാക്കടേ, ലാത്തകളെ, ഉസ്സകളെ, തേങ്ങാപ്പുണ്ണാക്കുകളെ, നിങ്ങൾ ഞങ്ങളെ കാക്കണം. ഇങ്ങനെ ഒക്കെ ആയിട്ടും വിളിച്ചിട്ട് വേണ്ട. വലൗ അൽഫ ആമിൻ ഇട്ടു നായിന്റെ വാലിനെ കൊയലിന്റെ ഉള്ളിൽ കൂടി. അത് പല നുസ്ഖയിലും പല റിവായത്തുണ്ട്. ഏതായാലും ആകെ പറഞ്ഞതിന്റെ ചുരുക്കം നായിന്റെ വാല് 1000 കൊല്ലം. നമ്മൾ പഴയ കാലത്ത് പാടിയതാണ് അതൊക്കെ. ഇപ്പൊ ദർസിൽ പഠിക്കാത്തതുകൊണ്ടും പഠിപ്പിക്കാത്തതുകൊണ്ടും പലതും മറന്നുപോയി. അപ്പൊ എന്തായെന്ന് പറയാ, എന്ന് പറഞ്ഞ മാതിരി ഇവരെല്ലാം കൂടി ഇങ്ങനൊക്കെ ആയിട്ടും വിളിച്ചിട്ട് ലാത്താനും താത്താനും വിളിച്ചു. അപ്പോൾ ഓരോരുത്തരെ പിടിച്ച് കെട്ടിടാൻ തുടങ്ങി. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികൾ സയ്യിദുനാ അമ്മു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂപ്പർക്കാണ് ആ ഡിപ്പാർട്ട്മെന്റ്. ഏത് ഈ ചെറപിടിക്കപ്പെട്ട ആൾക്കാരൊക്കെ നോക്കണ പരിപാടി അവർ പോകാതെ നോക്കണം. അപ്പോഴേക്കും കുറെ ആൾക്കാർ ഓടി. വലിയ വലിയ നേതാക്കന്മാര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 10-70ഓളം വരുന്ന നേതാക്കന്മാര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എവിടെ നമ്മളെ വലിയാള്? ആര് ചോദിച്ചു? വല്യൂപ്പരെവിടെ ചോദിച്ചു? മുഹമ്മദ് മുസ്തഫ. അബൂജഹലിനെ കണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, നബികൾ റസൂലുകൾക്കും നായകം ഖാതിമാനെ നബി തങ്ങൾ അസ്ഹബിമാരിലെല്ലാം നാടി അബൂ ജാഹിലി എങ്കേ. അള്ളാന്റെ റസൂലിനെ അറിയാം അബൂജഹൽ ഇവിടുന്ന് ജീവൻ പോയിട്ടുണ്ടാവുന്നു. കാരണം റസൂലുള്ള ഇന്നലെ പറഞ്ഞിക്കണ്, ഇത് റമദാൻ 17 വെള്ളിയാഴ്ച ജുമാന്റെ ദിവസമാണ് ഏത് യുദ്ധം നടക്കുന്നത്. 17-ാം രാവിലെ ഇശാഇന്റെ സമയത്ത് അത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഏത് റസൂലുള്ള ബദറിൽ എത്തിയപ്പോ പറഞ്ഞിക്കണ് ഹാദാ മസ്റഉ അബീജഹൽ. പക്ഷെ യുദ്ധത്തിന്റെ ഇടയിൽ സ്വഹാബത്തൊക്കെ മറന്നുപോയി. അബൂജഹൽ ഇന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ട് വീഴും, ഉമയ്യത്ത് ഇന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ട് വീഴും, അതേ ഉത്ബത്ത് ബിൻ റബീഅ ഇന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ട് വീഴും, ശൈബത്ത് ബിൻ റബീഅ ഇന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ട് വീഴും, വലീദ് ബിൻ ഉത്ബ ഇന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ട് വീഴും. എല്ലാ ശൈത്താന്മാരെ പറ്റി റസൂലുള്ളാഹിക്ക് അറിയാം കൊല്ലപ്പെട്ട് വീഴുന്ന്. വെറുതെ പറഞ്ഞതല്ല. വമായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. പക്ഷെ അങ്ങനെ നോക്കുമ്പോ ഒറ്റ നോട്ടത്തിൽ ഈ ശൈത്താനെ കാണാനില്ല. अबूजहल किधर गया देखने सकता नहीं है. കിദർ ഗയ അള്ളാന്റെ റസൂൽ ചോദിച്ചു, നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല. അപ്പോഴാണ് എവിടേക്കാത് തന്നിൽ പടക്കളം തന്നിൽ മക്കത്തൂലായി കിടക്കുന്നോ, ഹർബായി പോയോ, ഇനി വേറെ എവിടേക്കെങ്കിലും വെട്ടുകൊണ്ടിട്ട് പോയിട്ട് ബൈക്കിലെവിടെയെങ്കിലും ചത്തിയെടുക്കുന്നുണ്ടോ? ഏതായാലും ആള് നാട്ടിൽ പോയിക്കുന്ന അള്ളാന്റെ റസൂലിന് ഉറപ്പാണ്. ഈ ദുനിയാവിന്റെ നാട്ടിൽ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, നബിയേ ആ കുരിപ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കവിടനെ കണ്ട് ഞാൻ ഖിതാലതിൽ കലകങ്ങൾ കശിന്തുള്ള വാർത്ത കൂറി കഥ കേട്ടെല്ലാം സൈറായി. അപ്പോൾ എന്താ അറിയോ, ഞാൻ അബൂജഹലിനെ കണ്ട് ഒരു കറുത്ത കരിമ്പാറ ഞാൻ കണ്ടപ്പോൾ അബൂജഹലിനെ ഞാൻ കണ്ട് ഞാൻ അങ്ങനെ ആ സാധനത്തിനെ മലർത്തിയിട്ട് നബിയെ യാ റസൂലല്ലാഹ് എന്നാ ഒന്ന് പോയി നോക്കി, നിങ്ങള് ഒന്നുകൂടെ പോയി നോക്കി എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പന കേട്ടുകൊണ്ടിട്ട് അതാ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്ന് ആദ്യം തന്നെ ചെന്നപ്പോൾ മനസ്സിലായി, ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് മനസ്സിലായി ഈ കുരിപ്പിന് ജീവൻ പോയിട്ടില്ല എന്ന് മനസ്സിലായി. ആദ്യം അവന്റെ ആ വാൾ ഇങ്ങോട്ട് എടുത്തു, കൈ പിടിച്ചിട്ട് നേരെ നെഞ്ചത്താണ്ട് കേറിയിരുന്നു. അബൂജഹലിന്റെ നെഞ്ചത്താണ്ട് കേറിയിരുന്നു. ആര്? സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അൽ ഹുദലി റളിയല്ലാഹു അൻഹു. ഹുദലി ഗോത്രക്കാരനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേറി ഇരുന്നിട്ട് പറഞ്ഞു, അബൂജഹലിനോട് പറഞ്ഞു, എടാ ദുഷ്ടനെ, കണ്ടീലേ അള്ളാന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാന്റെ റസൂലാണെന്നും പടച്ച റബ്ബിന്റെ ആളാണെന്നും മനസ്സിലായില്ലേ? അന്റെ ആൾക്കാര് ലാത്ത തോത്ത അതിനൊന്നും ഒന്ന് സ്വന്തമായിട്ടൊന്നും ചെയ്യാനും സഹായിക്കാനും ഒരു ദർറും നഫഉം ചെയ്യാൻ ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലായില്ലേ?
അപ്പോൾ അബൂജഹൽ പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒന്ന് രണ്ട് കാര്യം എന്നോട് ചോദിക്കാണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് ഞങ്ങളോട് പറയാ, തങ്ങളോട് പറയാ. ആര്? അബൂജഹൽ പറയാ. എന്താ പറഞ്ഞറിയോ? ഇടക്കിടക്ക് ചില ആൾക്കാരെ തലങ്ങനെ പോയിന്നല്ലോ, എന്തൊരു കറാമത്താണത്, എന്തൊരു കങ്കട്ടാണത്? അബൂജഹലിന്റെ ചോദ്യം. അബൂജഹലിന് ഭയങ്കര ധൈര്യമാണ്, ആദർശത്തിൽ വലിയ തീവ്രതയാണ്. ഇടക്കൊരു കങ്കട്ട് കണ്ടിന്നല്ല. അപ്പൊ ഇബ്നു മസ്ഊദ് ഞങ്ങൾ പറഞ്ഞു, എടാ അബൂജഹലേ, അത് അള്ളാന്റെ റസൂലിനെ സഹായിക്കാൻ അള്ളാന്റെ മലായിക്കത്ത് വന്നിട്ട് വെട്ടിയതാനടാ. അനക്ക് ഇനിയെങ്കിലും രക്ഷപ്പെടാമല്ലോ, നീ ഒന്ന് നന്നായിക്കോ, ഷഹാദത്ത് കലിമ ചൊല്ലിക്കോ. ഏതായാലും ദുനിയാവിൽ എൻ്റെ അവസ്ഥ കണ്ടിട്ട്, തടിന്റെ അവസ്ഥ കണ്ടിട്ട് ദുനിയാവിൽ കുറെ കാലം ജീവിക്കൂല, കുറഞ്ഞ ടൈമേ ഉണ്ടാവുള്ളൂ. എടാ മോനെ അബുൽ ഹക്കമേ ചൊല്ലിക്കോ. അബൂജഹൽ ബഹുമാനിച്ചു വിളിക്കണ പേരെന്താണെന്നറിയോ? അബുൽ ഹക്കം എന്നാണ്. അബുൽ ഹക്കമേ ചൊല്ലിക്കോ. അബൂജഹൽ പറഞ്ഞു, ഇത്രയും കാലമായിട്ട് ഞാൻ ചെല്ലാത്ത ഇപ്പം ചെല്ലാൻ നിൽക്കേ. ജനങ്ങൾ പറയല്ലേ അബൂജഹൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പേടിച്ചുകൊണ്ട്, എനിക്കിപ്പോ വലിയ സങ്കടപ്പതല്ല, എന്നെ കൊല്ലണത്. നല്ല അറബികൾ മക്ക ഖുറൈശികൾ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ കാലാകാലം എനിക്കതൊരു അഭിമാനം ആകുമായിരുന്നു. ഇതൊക്കെ മുതഅല്ലിമീങ്ങളെ ഫതുഹുൽ ബാരിയിലുണ്ട്, ഈ സംഗതി ഒക്കെ ഉണ്ട്. എന്നെ കൊല്ലില് ഒരു ഖുറൈശികളിൽപ്പെട്ട നല്ലൊരു ശുജാഅത്തുള്ള ഇസ്സത്തുള്ള ഒരാൾ കൊല്ലുകയാണെങ്കിൽ, ആടിനെ നോക്കി നടക്കണ മക്കത്ത് ആ മലന്റെ മുകളിൽ ആടിനെ മേയിച്ച് നടക്കണ അങ്ങനത്തെ ഒരാടും ആടിനെ നോക്കി നടക്കണ നീയാണല്ലോ എന്നെ കൊല്ലാൻ വേണ്ടി വന്നത്. ആടും കീരീവനത്തിൽ കോടും പായൽ ഗണത്തിൽ അജമേ മേത്തിടുവോനെ ഈ ജമ്മത്താരശാനെ ഈടും ജോക്കിയസ്ഥാന വീടും നെഞ്ചിനിൽ കേറി ഇരിപ്പാനുറച്ച നിന്നോടുരപ്പാനെന്തേളുണ്ട് പോ. ഈടും ജോക്കിയ സ്ഥാന ബീഡം നെഞ്ചിനിൽ കയറി ഇരിപ്പാൻ ഉറച്ച നിന്നോട് ഉരപ്പാൻ എന്ത്? എന്റെ നെഞ്ചത്ത്, അന്തസ്സുള്ള നെഞ്ചത്ത് കയറി ഇരിക്കാൻ ധൈര്യം ഉണ്ടായ എന്നോടിപ്പോ ഞാനെന്ത് പറയാനാ? ഇരിപ്പാൻ ഉറച്ച നിന്നോട് ഉരപ്പാൻ എന്ത്? എനിക്ക് പറയാനുള്ള എളുന്ത് പോ, ഉഠോ, എണീച്ച് നിക്ക്, ഇവിടുന്ന് പോ, എന്റെ നെഞ്ഞന്ന് കേറിപ്പോ, നെഞ്ഞത്തുനിന്ന് കേറിപ്പോ, എണീച്ചു പോ. ഞാൻ ഇപ്പൊ തൽക്കാലം കേറിപ്പോകാൻ തീരുമാനിച്ചിട്ടില്ല. നീ ഷഹാദത്ത് കലിമ ചൊല്ലുകയാണെങ്കിൽ എന്നെ ബഹുമാനിക്കൂ, എല്ലാവരും ബഹുമാനിക്കും എന്നറിഞ്ഞു. എനിക്ക് ചെല്ലാൻ ഒഴിവില്ല എന്നറിഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ കയ്യിലുണ്ട് തുരുമ്പുടിച്ചൊരു വാള്. പക്ഷേ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത വാളാണ്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് കൊടുത്ത വാളാണ്. ആ വാളിന് പൊന്തിച്ചിട്ട് നേരബന്റെ തല വെട്ടാൻ വേണ്ടി കണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോ പറയാ, നിക്ക് ഒറ്റ വസിയത്തും കൂടി എനിക്ക് പറയാണ്ട്. എന്താണെന്നറിയോ? കേളണ്ട് തൊള്ളറുരായേടുമ്പോൾ ജാഹിലുടൻ നാളമ്പ രണ്ട് മൊഴിയായി കേമിത്ത് നീ പറകാമുത്തിടുന്ന പടി ഹേമിത്തെ ഹാമിദവനിൽ. ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? മുഹമ്മദിനോട് പറയണം എന്ത്? കോൾ ഉറ്റി എൻ പകയൻ നാളൊക്കെയും വഹബിൻ മോൾ പെറ്റ മൈന്ദൻ അവനാം. വഹബിന്റെ മോള് പെറ്റ മകൻ, ആ മോനോട് പറയണം. വഹബ് ആരാണ്? ആമിന ബീവി റളിയല്ലാഹു തആല അൻഹായുടെ ഉമ്മയാണ്. ആമിന ബീവിന്റെ ബാപ്പയാണ് ആര്? വഹബ് അല്ലേ? ആമിന ബീവിന്റെ ബാപ്പ വഹബ്. ആ വഹബിന്റെ മോള് പെറ്റ മുഹമ്മദിനോട് പറയണം. എന്ത് പറയണം? കൂശാദി ഇക്കുവലൈ പേശാദി നിക്കരുത്. എന്താ അറിയോ? കോളുറ്റ എൻ പകയൻ നാളൊക്കെയും കാലാകാലം, നാളൊക്കെയും എന്ന് പറഞ്ഞ അബദൻ, കാലാകാലവും എനിക്ക് മുഹമ്മദിനോട് വല്ലാത്ത വെറുപ്പാണെന്ന് പറയണം. എന്റെ കഠിന വെറുപ്പാരോടാണ്? മുഹമ്മദിനോടാണ് എന്ന് പറയണം. അപ്പൊ